നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചെറിയ പ്രഭാഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ലൈവൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു പിറന്നാളാണ് നാളെ. ഭഗവാന്റെ പത്നിയാവാൻ ഭാഗ്യം സിദ്ധിച്ച ആണ്ടാളിൻ്റെ പിറന്നാളാണ് നാളെ. അതായത് ഓഗസ്റ്റ് 7, 2024. തമിഴ്നാട്ടിലൊക്കെ ആടിപ്പൂരം എന്ന് പറയും, അഥവാ ആണ്ടാൾ ജയന്തി അല്ലെങ്കിൽ ഭൂദേവി ജയന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആണ്ടാളിൻ്റെ പിറന്നാളാണ് നാളെ. ഭൂമിദേവിയുടെ അംശാവതാരമായിരുന്നു ഗോദ എന്നു പേരോട് കൂടിയിട്ടുള്ള ആണ്ടാളെന്നാണ് പറയാറ്. വൈഷ്ണവ പദ്ധതിയിലെ 12 മഹാത്മാക്കളായിട്ടുള്ള ആഴ്വാർമാരിൽ ഒരാളാണ് ആണ്ടാൾ. തമിഴ് മാസം ആയിട്ടുള്ള തമിഴ് പഞ്ചാംഗപ്രകാരം ആടി മാസത്തിലെ പൂരം നക്ഷത്രമാണ് ആടിപ്പൂരം എന്ന് പറയാം. അത് വളരെ ആർഭാടമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഉത്സവമാണ് ആണ്ടാളിൻ്റെ പിറന്നാളായിട്ട്. ആണ്ടാളിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണെന്നാണ്. 8-ാം നൂറ്റാണ്ടിലാണ് ആണ്ടാളിൻ്റെ ജീവിതകാലമായിട്ട് പറയപ്പെടുന്നത്. ചിലത് 7-ാം നൂറ്റാണ്ടിലാണെന്നും പറയുന്നുണ്ട്. ഞാൻ മുമ്പ് തിരുപ്പാവൈ എന്ന പേരിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ആണ്ടാളുടെ കൃതിയെ മുഴുവനായിട്ട് ഓരോ പാസുരങ്ങളും മാർഗഴിത്തിങ്കൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള കൃതി ഓരോന്ന് വ്യാഖ്യാനിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഗുരുവായൂരപ്പൻ തന്നിരുന്നു. നാളെ ഈ ആടിപ്പൂരം ആഘോഷിക്കുമ്പോൾ ആണ്ടാളെ സ്മരിക്കാനുള്ള ഒരു മഹനീയമായിട്ടുള്ളൊരു സന്ദർഭമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും ഇടാമെന്ന് കരുതിയത്. വൈഷ്ണവ ഭക്തന്മാരുടെ, വിഷ്ണു ഭക്തരായിട്ടുള്ള അനവധി പുണ്യാത്മാക്കൾ ജനിച്ചൊരു കുടുംബത്തിലാണ് ആണ്ടാൾ വളർന്നത്. തിരുപ്പാവൈ പോലെ ഇന്നും ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഭഗവാന്റെ സ്നേഹത്തിനെ വാരിക്കോരി കൊടുക്കുന്ന കൃതികൾ ആ ജീവിതകാലത്ത് ആ ദേവി രചിച്ചു. ആടിപ്പൂരത്തിൻ്റെ ഒപ്പം തന്നെയാണ് വളകാപ്പ് എന്ന് പറഞ്ഞുള്ള ചടങ്ങുകളും തമിഴ്നാട്ടിൽ നടക്കുന്നത്. അത് ശ്രീപാർവതിക്ക് ശിവക്ഷേത്രങ്ങളിൽ ചെയ്യണതാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. സാധാരണ ആടിപ്പൂരം ആഘോഷിക്കുന്ന ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായിട്ടാണ്. ആടിപ്പൂരത്തിൻ്റെ അന്ന് സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീടൊക്കെ അവരവരുടെ വീടുകളൊക്കെ അലങ്കരിച്ച് വീടിന് മുറ്റത്തൊക്കെ കോലമൊക്കെ ഇട്ട് ആ മഹാലക്ഷ്മിയെ വരവേറ്റ് ആണ്ടാളിന് സമർപ്പിക്കാനായിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താമരപ്പൂക്കളും എന്താ പറയുക, അതുമാതിരി പട്ടുവസ്ത്രങ്ങളും, ചുവന്ന പട്ടുവസ്ത്രങ്ങൾ, അതുമാതിരി കൽക്കണ്ട് ചേർത്ത ചോറ്, ഇങ്ങനെയൊക്കെ വിശേഷ നേദ്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അത് തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആടിപ്പൂരത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. ആണ്ടാളിൻ്റെ ജന്മം കൊണ്ട് പുണ്യമായിട്ടുള്ള തമിഴ്നാട്ടിലെ ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണ്ടാൾ ക്ഷേത്രത്തിലും, അതേമാതിരി തന്നെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിലും ആടിപ്പൂരം അഥവാ ആണ്ടാൾ ജയന്തി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അമ്മയുടെ ആണ്ടാളിൻ്റെ വിഗ്രഹത്തിനെ പട്ടുസാരികൾ കൊണ്ടും വെട്ടിത്തിളങ്ങുന്ന വളരെ അമൂല്യമായിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ടും, അതേപോലെ അതിമനോഹരമായിട്ടുള്ള പുഷ്പമാല്യങ്ങളൊക്കെ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന വിധത്തിലാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. അതുമാത്രമല്ല,
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ തിരുക്കല്യാണം എന്ന് പറയും. ആണ്ടാളിനെ രംഗനാഥസ്വാമിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന നയനാനന്ദകരമായിട്ടുള്ള ഭക്തിയിൽ നമ്മളെ ആറാടിക്കുന്നൊരു ചടങ്ങ്. എങ്ങനെയാണോ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ചേരണത്, അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണം എന്ന് പറയാം. ആണ്ടാൾ എന്ന് പറയുന്ന ആ മഹാത്മാവിൻ്റെ ആധ്യാത്മിക യാത്രയുടെ പരിസമാപ്തി, അതിൻ്റെ ഒരു അവതരണം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വരിക. ശരിക്കൊരു കല്യാണം നടക്കണ പോലെ തന്നെയാണ്. ആ സമയത്ത് അതുമാതിരി ആ ദിവസം ഭക്തർ കല്യാണോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും അല്ലെങ്കിലും വീടുകളിലും ഒക്കെ അമ്മ എഴുതിയ തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ വായിക്കും. അത് ദേവിയുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ വായിക്കും. ഈ ആടിപ്പൂരം ദിവസം അഥവാ ആണ്ടാൾ ജയന്തി ദിവസം വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ ദേവിയെ ഭഗവാനെയും ആരാധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് നാച്ചിയാർ തിരുമൊഴിയിലെ വാരണമായിരം എന്നുള്ള ആ പാസുരമൊക്കെ പാടുന്നത് പെൺകുട്ടികളോ അവരുടെ അമ്മമാരോ അത് പാടുന്നത് വളരെ വിശേഷമാണ്. വിവാഹം പെട്ടെന്ന് നടക്കുന്ന പറയാം. ആടിപ്പൂരം വെള്ളിയാഴ്ച ദിവസം വരണമെങ്കിൽ അതിവിശേഷമാണെന്നാണ്. ഇത്തവണ പക്ഷേ ബുധനാഴ്ചയാണ് വരണത്. ചുരുക്കത്തിലൊന്ന് അമ്മയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആടിപ്പൂരത്തിനെക്കുറിച്ചൊന്ന് സമയമെടുത്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മുൻപ് സൂചിപ്പിച്ച പോലെ ആണ്ടാളുടെ ജനനം തമിഴ്നാട്ടിലെ ശ്രീവില്ലിപുത്തൂരാണ് ഉണ്ടായത്. ഞാൻ വളരെ വിസ്തരിച്ചിട്ട് മുമ്പ് തിരുപ്പാവൈ പറയുമ്പോൾ ആണ്ടാളുടെ ജീവചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടത് ഇവിടെ ആവർത്തിക്കണില്ല. വളരെ മഹിമയാർന്ന ക്ഷേത്രങ്ങളും അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ശ്രീവില്ലിപുത്തൂർ. അവിടെയാണ് 8-ാം നൂറ്റാണ്ടിൽ ആണ്ടാൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആണ്ടാളുടെ അച്ഛൻ പെരിയാഴ്വാർ എന്ന് പറയും. അദ്ദേഹം 12 പ്രധാന ആഴ്വാർമാരിൽ വളരെ മഹിമയാർന്ന ഒരാളാണ്. ആണ്ടാൾ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഒരു സാധാരണ ശിശുവിനെ പോലെ ആയിരുന്നില്ല. ഭൂമിദേവിയുടെ അവതാരമായിട്ടാണ് ആണ്ടാളിനെ കരുതണത്. ഭൂമിയിലിറങ്ങി വന്ന് നമ്മളെ ശുദ്ധഭക്തിയുടെ മാർഗത്തിൽ നയിക്കാനായിട്ട് ഭൂമിദേവി സ്വയം മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ് പറയാറ്. അമ്മയ്ക്ക് ഇട്ട പേര് ഗോദ എന്നായിരുന്നു. പക്ഷെ ആണ്ടാൾ എന്നുള്ള പേരിലാണ് ഭരിക്കുന്നവൾ. ആണ്ടുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ആളുക, ഭരിക്കുക, ടു റൂൾ. അത് ഹൃദയങ്ങളെ ഭരിച്ചത്, ഭഗവാന്റെ ഹൃദയത്തിനെ തന്നെ ഭരിച്ചവൾ, ആ അർത്ഥത്തിലാണ് ആണ്ടാൾ. അപ്പോൾ ഒരു ചോദ്യം ന്യായമായിട്ടും വരും. ഞാനിപ്പം 18 സ്റ്റെപ്സിൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഒരു ചെറിയൊരു വോയിസ് നോട്ട് പോലെ ഞാൻ ചെയ്തു. അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് ആണ്ടാൾ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചത്, ആണ്ടാളിൻ്റെ അവതാര രഹസ്യം എന്താ, കൃഷ്ണൻ എന്തിനാണ് ജനിച്ചതെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ അഷ്ടമിരോഹിണിക്ക് ചർച്ച ചെയ്തു. അതേപോലെ ആണ്ടാൾ എന്തിനായിരിക്കും ഭൂമിയിലേക്ക് വന്നത്, അമ്മയ്ക്ക് വരേണ്ട ആവശ്യം എന്താ, അമ്മ ഭൂമിദേവിയല്ലേ, അമ്മ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് നമ്മൾ സാധാരണ മനുഷ്യരുടെ മാതിരി ഈ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് ഈ നശ്വരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിലിരുന്നിട്ട് സകലവിധ വേദനയും, അതായത് ഭഗവാനിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കേണ്ട ഒരു വേദനയൊക്കെ അനുഭവിച്ച് എന്തിനിവിടേക്ക് വന്നു, എന്തിനങ്ങനെ ജീവിച്ചു? അത് മനസ്സിലാക്കണമെങ്കിൽ അമ്മയുടെ അവതാര രഹസ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയേ പറ്റൂ. ഗീതയിൽ ഭഗവാൻ പറയണ്ടല്ലോ അർജുനൻ്റെ അടുത്ത്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. സാധുക്കളായിട്ടുള്ളവരെ, നന്മ നിറഞ്ഞവരെ സംരക്ഷിക്കുന്നതിനായിട്ടും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനായിട്ടും അതിനാണ് ഞാൻ അവതാരം എടുക്കുന്നത്. പല പല രൂപങ്ങളിൽ ഈ ഭൂമിയിലേക്ക് അവതാരം, നക്ഷത്രമണ്ഡലത്തിൽ നിന്ന്, താരങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്ന് ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്. ആണ്ടാൾ ഇറങ്ങി വന്നതും ഒരു വ്യത്യാസവും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ അവതാരങ്ങൾ നമ്മളെ എന്താണ് ശരിയെന്ന് പഠിപ്പിക്കുകയും എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തി കൂടി. അതേപോലെ ആണ്ടാളുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ഏറ്റവും വലിയ പ്രണയം, എന്താണ് ഭക്തി, എങ്ങനെയാണ് ഒരു ജീവൻ
പരമാത്മാവിലേക്ക്. ആത്മാവ് എങ്ങനെ പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം 18 സ്റ്റെപ്സിൻ്റെ വാട്സപ്പ് നമ്പറിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എനിക്ക് അയച്ചു തന്നിരുന്നു. ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോരുത്തരും അത് തന്നെയല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ ശ്രാദ്ധം കിട്ടണമെന്ന് ചോദിച്ചിട്ട്. പരമാത്മാവ് എന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ അംശങ്ങളാണ് ജീവാത്മാക്കൾ. ജീവാത്മാക്കൾക്ക് ശുദ്ധി നഷ്ടപ്പെടാം ശരീരത്തിലിരുന്നിട്ട് ഒരു മനസ്സുമായിട്ട് ജീവിക്കുമ്പോൾ. അത് തിരിച്ച് വീണ്ടും പരമാത്മാവായിട്ട് തീരണമെങ്കിൽ അതിന് ശുദ്ധി ആർജിച്ചേ പറ്റൂ. അതായത് കടൽ പരമാത്മാവാണെന്ന് വിചാരിക്കുക. കടലിൽ നിന്ന് തിരകളടിച്ചിട്ട് തെറിച്ചിട്ട് ഇങ്ങനെ കരയിൽ വന്ന് വീഴുന്ന വെള്ളത്തുള്ളികളാണ് നമ്മൾ ഓരോരുത്തരും ആകുന്ന ജീവാത്മാക്കളെന്ന് മനസ്സിലാക്കുക. നമ്മളപ്പോൾ കടലിൽ നിന്ന് വേർപെട്ടാണ് കിടക്കണത്. നമ്മൾ കടലല്ല. നമ്മുടെ ലക്ഷ്യം വീണ്ടും കടലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു തുള്ളി കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ തുള്ളിക്ക് പിന്നെ ഞാൻ ഒരു വെള്ളത്തുള്ളിയാണെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കടലാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ആവുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു പാഠപുസ്തകമാണ് ആണ്ടാളുടെ ജീവിതം. ആണ്ടാളുടെ ജീവിതം ഭഗവാൻ ആടിയ ഒരു ലീലയാണ്. അത് വളരെ ഭഗവാന്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി, ഭഗവാന്റെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇച്ഛ ബുദ്ധി, അതുകൊണ്ട് ഓരോ രംഗവും ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള പോലെയാണ് ആണ്ടാളുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഭഗവാന് വേണ്ടിയുള്ള ആ തേങ്ങലുണ്ടല്ലോ, ആ തേങ്ങലും ആ അഗാധമായിട്ടുള്ള ഭഗവാനോടുള്ള പ്രണയവും ഭക്തിയും, നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണോ ഭഗവാനെ ആരാധിക്കേണ്ടത് ആ രീതി മനുഷ്യരൂപം എടുത്ത് നിന്നതാണ് ആണ്ടാളായിട്ട്. ആ അമ്മയുടെ വാക്കുകൾ, കവിതകൾ, പ്രത്യേകിച്ചും നാച്ചിയാർ തിരുമൊഴി. നാച്ചിയാർ തിരുമൊഴി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ദിവ്യ പ്രണയത്തിൻ്റെ ഒരു ഉദ്ഘോഷമാണ്. അതിൽ ഓരോ വരിയിലും ഭഗവാനോടുള്ള അമ്മയുടെ പ്രണയം എന്ന് മാത്രമല്ല, ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങലുണ്ടല്ലോ, അതിങ്ങനെ നിറച്ചു വച്ചിരിക്കുകയാണ്. ഒരു വിവാഹ ജീവിതത്തിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി, അതൊരു കാമുകൻ്റെ ഒപ്പം ആ കാമുകനെ തന്നെ വിവാഹം ചെയ്ത് താൻ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം ചെയ്ത് അയാളുടെ ഒപ്പമുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണോ മനുഷ്യരുടെ ഇടയിൽ, അതേപോലെയാണ് ആണ്ടാൾ ഭഗവാനുമായിട്ടുള്ള വിവാഹം സ്വപ്നം കാണുന്നതും ഭഗവാനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതും ഒക്കെ സ്വപ്നം കാണുന്നു. അവൾ ഭഗവാന്റെ നിത്യവധുവാണ്, ഭഗവാൻ അവളുടെ നിത്യവരനാണ്. ഒരിക്കൽ കല്യാണം കഴിച്ചാൽ പിന്നെ അതിൽ വേർപിരിയലോ വൈധവ്യമോ ഒന്നുമില്ല. നിത്യസുമംഗലി. ഭഗവാനെ വിവാഹം ചെയ്യുന്ന സ്ത്രീ നിത്യസുമംഗലിയല്ലേ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭഗവാന്റെ പത്നിമാരിൽ 3 പത്നിമാരാണ് ഭഗവാന്: മഹാലക്ഷ്മി, ഭൂമിദേവി, നിള. അതിൽ നിളയെക്കുറിച്ച് അധികം നമ്മൾ പറയാറില്ല. നമ്മുടെ നാട്ടിൽ നദിയുടെ പേരിലാണ് ഉള്ളത്. നിളാദേവിയെ പാദസേവകയായിട്ടാണ് പറയാറ്. രാധയൊക്കെ നിളയുടെ അവതാരമായിട്ട് കാണുന്ന ചില പദ്ധതികളുണ്ട്. ഇവിടെ ഭൂമിദേവി സദാ ഭഗവാനോട് ചേർന്നിരിക്കുന്ന അമ്മ. എങ്ങനെയാണ് വൈകുണ്ഠത്തുനിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഭഗവാനിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന ആ വേദനയും ദുഃഖമൊക്കെ സഹിക്കണമെന്ന്, അതിന് ഉള്ള ഉത്തരം ആ ദേവിയുടെ അവതാര രഹസ്യത്തിലായിരിക്കണത്. ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ്. ഭൂമിദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, അഥവാ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചത്, ശുദ്ധഭക്തിയും ദിവ്യപ്രണയവും സ്വാർത്ഥതയില്ലാത്ത ഈശ്വരപ്രേമം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. ദേവിയുടെ ജീവിതം നമുക്കൊക്കെ ഒരു വഴികാട്ടിയാണ്. ഇളകാത്ത, ആടിയൊലയാത്ത വിശ്വാസം എന്താണ്,
ആടിയുലയാത്ത പ്രണയം എന്താണ്, ഇളകാത്ത സ്നേഹം എന്താണ്, ഭഗവാനോടത് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അമ്മ ജനിച്ചത്. ആണ്ടാളുടെ കവിതകളൊക്കെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളൊരു ആചാര്യനുണ്ട്, പെരുക്കരണ ചക്രവർത്തി ആചാര്യസ്വാമികൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാൻ അനവധി അവതാരങ്ങളെടുത്തു, അനവധി കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ചു. പക്ഷേ അപ്പോഴും ഭഗവാൻ ഒരു കാര്യം മനസ്സിലായത്രേ, ഭഗവാൻ ഒരു കാര്യത്തിൽ മുഴുവൻ ജയിച്ചിട്ടില്ല, ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിജയം കണ്ടെത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? ധർമ്മമൊക്കെ സ്ഥാപിച്ചു, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുന്നതിൽ ഭഗവാൻ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല എന്ന്. ഭഗവാന്റെ ജീവിതം കൊണ്ട് എല്ലാവരെയും ഭഗവാനിലേക്ക് ഭക്തിപൂർവ്വം അടുപ്പിക്കാൻ ഭഗവാന് സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് അത് വളരെ ക്ഷമ വേണ്ടൊരു ജോലി അത്രേ. അതായത് എന്തും സഹിക്കാനുള്ള സർവം സഹയായിട്ടുള്ള ഒരാൾക്കേ അത്രേ സാധിക്കുള്ളൂ. അത് നോക്കിയപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ അതിന് പറ്റിയ ആൾ തൻ്റെ ഭാര്യയായിട്ടുള്ള ഭൂമിദേവിയാണ്. അവൾ സർവം സഹയാണ്, എന്തും സഹിക്കാനുള്ള കഴിവുണ്ട്. അവളെ കുറച്ച് കാലം ഭൂമിയിലേക്ക് അയച്ചിട്ട് എന്നെ എങ്ങനെ നേടണം എന്ന് ലോകത്തിനെ പഠിപ്പിക്കാം എന്ന് കരുതിയിട്ട് ദേവിയെ കൽപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചാത്രേ. അമ്മ കരഞ്ഞ് ദുഃഖം പറഞ്ഞിട്ട് ഭൂഭാരം കൂടി, ദുഷ്ടന്മാരെ കൊണ്ടുള്ള ശല്യം കൂടി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഭഗവാൻ ഭൂമിയിൽ ജനിച്ചിട്ട് ദുഷ്ടന്മാരെയൊക്കെ വധിച്ചു കളഞ്ഞത്. ഇപ്പോൾ ഭഗവാൻ അമ്മയോട് പറയുകയാണ്, നീ ഇനി കുറച്ചു കാലം ഭൂമിയിൽ പോയിട്ട് ജീവിക്കുക, എന്നിട്ട് അവരെയൊക്കെ എന്നിലേക്ക് അടുപ്പിക്കുക. നിൻ്റെ സഹനം കൊണ്ട് എങ്ങനെ എന്നിൽ നിന്നുള്ള വേർപാടിനെ സഹിക്കണം, എങ്ങനെ എന്നിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് പ്രണയിച്ച് ഭക്തി കൊണ്ട് ഹൃദയത്തെ അർപ്പിച്ച് എന്നിലേക്ക് എത്തണമെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചാത്ര. ദേവി വളരെ സൗമ്യയും സുശീലയും സ്നേഹവതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് നമ്മളെയൊക്കെ ഭഗവാന്റെ രാജമാർഗത്തിലേക്ക്, ഭഗവാനോടുള്ള പരമപ്രണയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണ് ആണ്ടാളുടെ ജന്മം. അത് ആണ്ടാളുടെ ജീവിതവും നിത്യവൃത്തി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ദിവസത്തെ ഓരോ ദിവസവും ആണ്ടാളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഭഗവാനെ ഏറ്റവും സത്യസന്ധതയോടും ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടും സേവിക്കാമെന്ന് അമ്മ പഠിപ്പിച്ചു നമ്മളെ. ആണ്ടാൾ ഭഗവാനുള്ള മാല കെട്ടിയിട്ട് അത് സ്വയം ഇട്ടതിന് ശേഷം കണ്ണാടി പോയിട്ട് ഭംഗി നോക്കിയിട്ടാണത്രേ ഭഗവാന് കൊണ്ട് ഇട്ട് കൊടുക്കുക. ആ കഥയൊക്കെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുപ്പാവയുടെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ടറി ഭാഗത്ത്. അതുകൊണ്ട് ഞാനതൊന്നും റിപ്പീറ്റ് ചെയ്യണില്ല. അങ്ങനെ പ്രവൃത്തിയിലും അതേപോലെ തന്നെ മനസ്സിലുള്ള ചിന്തകൾ, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വാക്കുകളുടെ രൂപത്തിൽ വരച്ചിട്ടിട്ട് ചിത്രങ്ങളാക്കി നമുക്ക് ഇട്ട് തരിക. ഇത് ഭഗവാനെ വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു അമ്മ. ആണ്ടാളുടെ ഓരോ പ്രവൃത്തിയും ഭക്തിയിലൊരു പാഠമാണ്. ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ പാഠമാണ്, അല്ലെങ്കിൽ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ പാഠമാണ് ആണ്ടാളുടെ ജീവിതം. ആണ്ടാളുടെ അവതാര രഹസ്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മൂലരൂപം, ആ ഭൂമിദേവിയുടെ ഭാവത്തിൽ ആ ദേവി ചെയ്ത ഒരു സത്യം കൂടെ പ്രകാശിപ്പിക്കണം. അമ്മ ഒരു സത്യം ചെയ്തിട്ടുണ്ട് ഭൂമിദേവി ആയിരിക്കുമ്പോൾ. ഗുരുവായൂരപ്പൻ വരാഹാവതാരം എടുത്ത സമയത്ത് ഭൂമിദേവിയെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ തേറ്റയിൽ ഉയർത്തി കൊണ്ടുവന്നപ്പോൾ അമ്മ ഭഗവാന്റെ അടുത്ത് സത്യം ചെയ്തിരുന്നു അത്രേ, അങ്ങ് എന്നെ എങ്ങനെയാണോ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ സമുദ്രജലത്തു നിന്ന്, അതേപോലെ സംസാരക്കടലിൽ കിടക്കണ ആത്മാക്കളെ ഞാൻ എന്നാലാവും വണ്ണം മോക്ഷത്തിലേക്ക് അങ്ങയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് പൂർത്തീകരിക്കാനാണ് അത്ര ആണ്ടാളായിട്ട് അമ്മ ജനിച്ചത്. അമ്മ ആണ്ടാളായിട്ട് ജനിച്ചിട്ട് നമ്മളെ എങ്ങനെ ഭഗവാനെ ആരാധിക്കണമെന്നും എങ്ങനെ ഭഗവാനെക്കുറിച്ച് പാടണമെന്നും എങ്ങനെ ഭഗവാനെക്കുറിച്ച് സ്മരിക്കണമെന്നും പഠിപ്പിച്ചു വന്നു. അത് വെറുതെ സ്മരിക്കുകയല്ല, സദാ സ്മരിക്കുക, നിരന്തര സ്മരണയായിട്ട് സ്മരിക്കുക ഗുരുവായൂരപ്പനെ. അത് വെറുതെ കുറേ പ്രണയം എഴുതി വിടുകയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൃഷ്ണനെക്കുറിച്ചുള്ള അനവധി പ്രണയഗീതങ്ങളും കാവ്യങ്ങളൊക്കെ ഉണ്ട്, അനവധി കാവ്യങ്ങളും പ്രണയഗീതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
അതിലൊന്നും അഗാധമായിട്ടുള്ള അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ആധ്യാത്മിക ഉൾക്കാഴ്ചകൾ കാണാൻ കിട്ടാറില്ല. പക്ഷെ ആണ്ടാളുടെ അങ്ങനെയല്ല. വെറുതെ ഒരു പെണ്ണിന് ഒരു പുരുഷനോട് തോന്നുന്ന പ്രണയം പോലെ അല്ല അത്. അത് ഭഗവാനോട് അവൾക്ക് പ്രേമമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഉദാത്തവൽക്കരിക്കുകയല്ല. അതിൻ്റെ അകത്തൊക്കെ അതിഗഹനമായിട്ടുള്ള ആധ്യാത്മിക രഹസ്യങ്ങൾ കൂടെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് അമ്മ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ തലത്തിലുമുള്ളവന് അവൻ്റെ ആധ്യാത്മിക വളർച്ചയനുസരിച്ചിട്ട് അർത്ഥങ്ങൾ മനസ്സിലാവും ദേവിയുടെ എഴുത്തുകളിൽ. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇപ്പോൾ ഇംഗ്ലീഷ് റെക്കോർഡിങ് ചെയ്തപ്പോൾ പറഞ്ഞു, ആണ്ടാളുടെ ഓരോ കൃതിയും, അത് നാച്ചിയാർ തിരുമൊഴി ആവട്ടെ തിരുപ്പാവ ആവട്ടെ, ഭക്തൻ്റെ യൂസർ മാനുവലാണ്. എങ്ങനെ ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോഴോ മിക്സി മേടിക്കുമ്പോഴോ അതിൻ്റെ ഒപ്പം ഒരു ബുക്ക്ലെറ്റ് കിട്ടില്ലേ, എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണേ. അതുപോലെ ഭക്തന് എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ യൂസർ മാനുവലുകളാണ് ദേവിയുടെ ഓരോ കൃതി. അത് ഭക്തിയെ നമുക്ക് ആദ്യം ഒരു വിത്തായിട്ട് നടാനും അത് വെള്ളമൊഴിച്ച് വളർത്താനും ആ ചെടിയെ മറ്റ് എന്തെങ്കിലും നശിപ്പിക്കാതെ, ആരും നശിപ്പിക്കാണ്ട് സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരാനും ശക്തിയുള്ളൊരു മരമാക്കി മാറ്റാനും ഒക്കെ സാധിക്കും. ആത്യന്തികമായിട്ട് ഭഗവാനെ കിട്ടാനും സാധിക്കും. അതാണ് ആണ്ടാളുടെ കൃതികൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ അമ്മയുടെ ജീവിതവും അതെ, അമ്മയുടെ എഴുത്തുകളും അതെ, ഏറ്റവും വലിയ തെളിവാണ് എങ്ങനെ ഈശ്വരപ്രേമത്തിന് മനുഷ്യ മനസ്സുകളെ, ആത്മാവിനെ മാറ്റിമറിക്കാൻ സാധിക്കുന്നുള്ളതിന്. എന്തിനാണ് മാറ്റിമറിക്കുന്നത്? താനും ഭഗവാനും ഒന്നാണ് എന്ന ബോധത്തിലേക്ക് എത്തുക, മോക്ഷത്തിലേക്ക് എത്തുക. അതിനു വേണ്ടിയിട്ട് വൈഷ്ണവ സിദ്ധാന്തത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന രീതി ആയിരിക്കില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക്, ആ ഉയർന്ന എത്രയോ ഉയർന്ന തലത്തിലുള്ളൊരു ബോധമാണ്. അത് വെറുതെ വാക്കാലെ പറഞ്ഞുകൊണ്ടാവില്ല, അത് എക്സ്പീരിയൻസ് ചെയ്ത് വരേണ്ടതാണ്. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഭംഗിയായിട്ട് സാധിക്കും. ഭക്തിയുടെ മാർഗത്തിൽ പലവിധ തട്ടുകളുണ്ട്. നമ്മൾ ഭഗവാനെ സ്നേഹിച്ച് തുടങ്ങുന്നത് തൊട്ടിട്ട് ആത്യന്തികമായിട്ട് ഭഗവാനായിട്ട് ഒന്നായി തീരുന്ന അവസ്ഥ വരെ അനവധി തലങ്ങൾ, സ്റ്റെപ്സ് ഉണ്ട്. ആണ്ടാളുടെ ജീവിതവും ആണ്ടാളുടെ കവിതയും പ്രത്യേകിച്ച് നാച്ചിയാർ തിരുമൊഴി ഇതിൻ്റെ ഈ പല ഘട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ബുക്കാണ്, ഒരു മാർഗനിർദ്ദേശക പുസ്തകമാണ്. ഒരു ഭക്തന് വരണ ഓരോ മാറ്റവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണ്ടാളിൽ വരുന്ന മാറ്റങ്ങൾ ആണ്ടാൾ രേഖപ്പെടുത്തിയിട്ടുള്ള നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഭഗവാനോടുള്ള ഭക്തി നമുക്ക് തുടങ്ങുന്നത് ഭക്തി എന്ന തലത്തിലാണ്. അത് പരമഭക്തി, പരാഭക്തിയായിട്ട് മാറും. അതാണ് ഏറ്റവും ഉയർന്ന ഭാവം. ആ ഭാവത്തിലേക്കുള്ള പോക്കാണ്. അതിൻ്റെ തീവ്രത, അതിൻ്റെ സത്യസന്ധത, അതിൻ്റെ അഗാധത, ഭഗവാനുമായിട്ടുള്ള നമ്മുടെ വൈകാരികമായിട്ടുള്ള ആ കെട്ട്, അതിൻ്റെ ശക്തി, ഇതൊക്കെ എന്താണെന്നറിയണമെങ്കിൽ നാച്ചിയാർ തിരുമൊഴി പഠിക്കണം. തുടക്കത്തിൽ ആണ്ടാളുടെ ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയണതിൻ്റെ നിഷ്കളങ്കതയും ശുദ്ധിയാണ് നമുക്ക് മനസ്സിലാവുക. അവൾ ചെറിയ ചെറിയ പ്രവർത്തികളിൽ കൂടെ, ചെറിയ ചെറിയ ആരാധനകളിൽ കൂടെ, ചെറിയ ചെറിയ വാക്കുകളിൽ കൂടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആ ഭക്തിയുടെ ആ രാജമാർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. പിന്നെ അതങ്ങനെ ആഴം വർദ്ധിച്ചിട്ട് ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോവും, ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ ഒരു ശാന്തിയും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അതൊരു തേങ്ങലായിട്ട്, വിങ്ങലായി, ശ്വാസം മുട്ടായി, പ്രാണം പോണ അവസ്ഥയായി. പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ അതിജീവിച്ച്, വേദനകളെ അതിജീവിച്ച് ഭഗവാൻ എന്നുള്ള വിരഹത്തിൻ്റെ പരകോടിയിൽ മനസ്സ് പെടഞ്ഞ് അവസാനം ഭഗവാനെ കിട്ടുന്ന ഭക്തൻ്റെ അവസ്ഥയെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആണ്ടാളുടെ ഈ കൃതികൾ വ്യാഖ്യാനം ചെയ്തിട്ടുള്ള പെരിയാവാച്ചൻ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാൻ ആണ്ടാളിനെ ഇത്രയധികം യാതനകളിൽ കൂടെ
കടത്തിക്കൊണ്ടുപോയത് ഭഗവാൻ ക്രൂരനായുണ്ടോന്നല്ല, അവളുടെ ഭക്തിയെ തീയിൽ സ്വർണം ശുദ്ധീകരിക്കുന്ന പോലെ ശുദ്ധീകരിച്ചിട്ട് പരമഭക്തിയാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. സമ്പൂർണ്ണ സമർപ്പണം, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയായിട്ട് മാറും ഏറ്റവും ഉയർന്ന ഭക്തിയിലെത്തുമ്പോൾ, പരമഭക്തിയിലെത്തുമ്പോൾ. ആ പരമഭക്തിയുടെ അവസ്ഥയിൽ ഭഗവാനില്ലാണ്ട ഒരു നിമിഷം പോലും ജീവനോടിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി നിന്നെ വെള്ളത്തിൽ തലമുക്കി പിടിക്കുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ശ്വാസം കിട്ടാണ്ട് പെട്ടഞ്ഞ് പുറത്തേക്ക് ചാടാൻ നോക്കണ പോലെ ആവണം. അങ്ങനെ ഭഗവാനെ കിട്ടണം തോന്നുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമെന്നാണ് വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് പറഞ്ഞത്. അതേപോലെ ആണ്ടാളും ദേവിയുടെ കവിതകളിൽ സാധാരണ എന്താ പറയുക, പ്രണയ കവിതകളുള്ള പോലെ തന്നെ പ്രകൃതിയുടെ പല ഭാവങ്ങളെയും, പ്രകൃതിയിലെ കാറ്റിനെയും മഴയും വെയിലിനെയും ഒക്കെ അഭിസംബോധന ചെയ്തിട്ടും, മേഘങ്ങളിൽ കൂടെ മേഘങ്ങൾ വഴി സന്ദേശങ്ങൾ ഭഗവാന് കൊടുത്തയച്ചിട്ടും, പക്ഷികൾ വഴി കൊടുത്തയച്ചിട്ടും, ഈവൻ പൂക്കളുടെ അടുത്ത് പറഞ്ഞിട്ടും ഒക്കെ തൻ്റെ മനസ്സിൻ്റെ ഇംഗിതങ്ങൾ, തൻ്റെ മനസ്സിലുള്ള ആ ഭഗവാനോടുള്ള പ്രണയത്തിനെ ഭഗവാനെ അറിയിക്കണേ, ഗുരുവായൂരപ്പനോട് പോയി പറയണേ, പൂവേ, കാറ്റേ, പക്ഷി, കിളിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ ഉണ്ട് അതിൽ. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ആ ഭാഷ ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്ന തൻ്റെ നിസ്സഹായതയും തൻ്റെ ക്ഷമയില്ലായ്മയും, ഭൂമിദേവി ആണെങ്കിലും ഭഗവാനെ കിട്ടാത്തതിൻ്റെ അക്ഷമ, ഭഗവാനെ കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായത, ഇതിനെയൊക്കെ കാണിക്കുന്നതാണ്. പരമഭക്തിയുടെ ലക്ഷണങ്ങളാണ് വാസ്തവത്തിൽ ഇതൊക്കെ. നാച്ചിയാർ തിരുവോട് അവസാനമൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ തീവ്രത, ആ ഭക്തിയുടെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് വേർപിരിഞ്ഞിരിക്കാൻ അവൾക്ക് സാധിക്കാതായി. ഇനി എനിക്ക് ഒരു നിമിഷം പോലും നീ ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല, നീയുമായിട്ട് ഒന്നായില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും, ഈ ശരീരം പോവും എന്ന് ദേവി അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ആ പരമഭക്തിയുടെ പരമകാഷ്ഠയിലാണ് ഭഗവാൻ ഇറങ്ങി വരണത്, കാണുന്നത്. വധുവിൻ്റെ വേഷത്തിൽ ശ്രീവില്ലിപുത്തൂരിൽ നിന്ന് അമ്മയെ കൊണ്ടുപോയി എന്നാണ് കല്യാണം കഴിപ്പിക്കാൻ രംഗനാഥനെ. അങ്ങനെ ഭഗവാന്റെ ശ്രീരംഗത്തെ വിഗ്രഹത്തിലേക്ക് ദേവി ലയിച്ച് ചേർന്നു എന്നാണ്. വളരെ ചെറുപ്പമായിരുന്നു അമ്മയ്ക്ക്, അധികം വയസ്സൊന്നുമില്ല ഭഗവാനിൽ ലയിക്കുമ്പോൾ. ഇന്ന് നിങ്ങൾ ശ്രീരംഗത്തിൽ നിന്ന് ഭഗവാനെ തൊഴുമ്പോൾ ആ ശരീരത്തിൽ ആണ്ടാളും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭക്തി എന്ന പരമഭക്തിയിലേക്കുള്ള യാത്ര നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചടങ്ങുകൾ ചെയ്യുക, കുറേ പൂജ കഴിക്കുക, കുറേ പാട്ട് പാടുക, ഇതൊന്നുമല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ അതിതീവ്രവും വളരെ വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു ബന്ധം ഗുരുവായൂരപ്പനായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭഗവാനോട് സംസാരിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനോട് കലഹിക്കുക, ഭഗവാന്റെ അടുത്ത് പരാതികൾ പറയുക, ഭഗവാന് നമ്മുടെ അകത്തുള്ള സ്നേഹത്തെ മുഴുവൻ കൊടുക്കുക. ഗുരുവായൂരപ്പ, നമ്മുടെ ആത്മാവ് ഭഗവാനുമായിട്ട് ഒന്നായി തീരാൻ, അഥവാ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ, ആ ആത്മാവിനെ ഭഗവാനാക്കി മാറ്റാൻ ഉള്ള നമ്മുടെ തീവ്രമായിട്ടുള്ള ശ്രമം ഓരോ നിമിഷവും ഉണ്ടാവുക. നമ്മൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ ഭക്തരെന്ന് പറയാൻ പാടുമോ എന്നറിയില്ല, അത് ഭഗവാനാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരേണ്ടത്. എന്നാലും പറയാണ്, ആണ്ടാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആഴമേറിയ ഇളകാത്ത ഭക്തി, ഉറച്ച ഭക്തി, ആ പരാഭക്തി, പരമഭക്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആ യാത്രയിൽ എന്തൊക്കെ സന്തോഷം വന്നാലും എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. കാരണം നമ്മൾ വെക്കണ ഓരോ ചുവടും, അത് ദുരിതം കൊണ്ട് നിറഞ്ഞതാവട്ടെ, അല്ല സന്തോഷം കൊണ്ട് മതിമറക്കണതാവട്ടെ, എന്തോ ആവട്ടെ, ഭക്തിയുടെ പാതയിൽ നമ്മൾ വെക്കണ ഓരോ ചുവടും നമ്മളെ ഓരോ അടി ഭഗവാനോട് അടുപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളൊരു ചുവട് വയ്ക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അവിടുന്ന് 10 ചുവട് ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ആ യാത്രയിൽ നമ്മുടെ മനസ്സിലുണ്ടാവണ സകല ദുഃഖവും സന്തോഷവും എല്ലാം ഭഗവാൻ തന്നെ കൊടുത്ത് കൊണ്ടുപോകണം. പരമഭക്തിയുടെ ആ പരമകാഷ്ഠയാകണ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എത്തുമ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളോടുമുള്ള നമ്മുടെ എല്ലാവിധത്തിലുള്ള ആശാപാശങ്ങളും ഇല്ലാതായി
ആ വസ്തുക്കളൊക്കെ തന്നെയും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിച്ചേരുക, ഭഗവാനുമായിട്ട് ഒന്നായി തീരുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതാണ് ആണ്ടാളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നാളെ ആടിപ്പൂരം ആഘോഷിക്കുമ്പോൾ, ആണ്ടാളുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇതാണ് അരക്കിട്ട് ഉറപ്പിക്കേണ്ടത്. അല്ലാണ്ട് അമ്മയെ കുറേ സ്തുതിച്ചുകൊണ്ടോ ഭഗവാനെ കുറേ സ്തുതിച്ചുകൊണ്ടോ നമുക്കൊരു സന്തോഷം കിട്ടും, ഭഗവാന് സന്തോഷമാവും, അത് ശരിയാണ്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ആണ്ടാളെപ്പോഴാണ് സന്തോഷിക്കുക, എപ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക? ആണ്ടാളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അല്പമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ്. ആ അമ്മ നമ്മളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ, അമ്മയുടെ പരമഭക്തി നമുക്കും കിട്ടട്ടെ. ഞാൻ രാമനാമത്തിൻ്റെ നാമജപത്തിൻ്റെയൊക്കെ പറയുമ്പോൾ ഹനുമാൻ സ്വാമിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ അങ്ങ് എത്ര രുചിയോടെയാണ്, എത്ര കൊതിയോടെയാണ് രാമനാമം, ഓരോ രാമനാമം ഇങ്ങനെ രുചിച്ചാണ് ചെല്ലണത്. ഭഗവാനെ ആ ആർത്തി, ആ കൊതി, അങ്ങനെ ആ രുചി എനിക്ക് താ, ഞാൻ അങ്ങനെ നാമം ചെല്ലട്ടെ എന്നാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടല്ലേ. അതേപോലെ നമ്മൾ അമ്മയോടും അങ്ങനെ പ്രാർത്ഥിക്കണം. അമ്മ ചില സ്ഥലങ്ങളിൽ ഭഗവാനെ ഭയങ്കരമായിട്ട് നിന്ദിച്ചിട്ട് സ്തുതിക്കണതാണ്. നിന്ദാസ്തുതി എന്ന് പറയുക, ഞാൻ ശിശുപാലനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജസൂയം ലൈവ് കേട്ടാൽ അറിയാം. ശിശുപാലൻ്റെ ഭഗവാനോടുള്ള ചീത്തവിളി വാസ്തവത്തിൽ എങ്ങനെയാണ് സ്തുതി ആവണമെന്ന് അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം നിന്ദാസ്തുതി എന്ന് അതിനെ പറയാം. നിന്ദാസ്തുതി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഒരു പ്രകടനം തന്നെയാണ്. അസുരന്മാരൊക്കെ ഭഗവാനെ ഭർസിച്ചിട്ടാണത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ഭക്തൻ അഥവാ ഒരു ഭക്ത ഭഗവാനെ സ്നേഹത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് കലഹിക്കുക. പ്രണയമുള്ളവിടെ കലഹമുള്ളൂ, അപ്പോൾ സ്നേഹമുള്ളവിടെ കലഹമുള്ളൂ, പരിഭവങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അടുത്ത് പരിഭവിക്കുക, ഭഗവാനെ വിമർശിക്കുക, ഭഗവാനെ എന്താ പറയുക, ഭഗവാനുമായിട്ട് കലഹിക്കുക, ഭഗവാനെ കുറ്റം പറയുക, ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട്, മറ്റാൾക്കാരോടല്ല ഭഗവാനോട്. അങ്ങനെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇതെന്താ അങ്ങനെ, അയ്യോ അത് ശരിയാണോ, ഭഗവാനെ അപമാനിക്കലല്ലേ, എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ വിമർശിക്കുക, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഭാര്യ എന്ന നിലയ്ക്ക് ഭക്തയ്ക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. കാമുകിക്ക് പോലും ഇല്ലാത്തതാണ്. കാമുകിക്ക് ഉണ്ട് എന്നാലും കാമുകിയെക്കാട്ടിലും അവകാശമുണ്ട് ഭഗവാനെ നിന്ദാസ്തുതി കൊണ്ട് ആരാധിക്കാൻ ഭാര്യയ്ക്ക്. തമിഴിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഭഗവാന്റെ ഭാര്യയെ പിരാട്ടി എന്നാണ് പറയുക. തമ്പുരാട്ടി എന്ന് നമ്മൾ പറയണത് തന്നെയാണ് പിരാട്ടി. പിരാട്ടിക്ക് ഭഗവാനെ വിമർശിക്കാനും ഭഗവാനെ ഗുണദോഷിക്കാനും ഒക്കെ അവകാശമുണ്ടെന്നാണ്. ഭഗവാന്റെ അടുത്ത് ഇത് ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയല്ല വേണ്ടിയിരുന്ന്, നിങ്ങളെന്ത് മനുഷ്യനാണ് എന്നൊക്കെ ഒരു ഭാര്യ ചോദിക്കണ പോലെ ചോദിക്കാത്രേ. അപ്പോൾ അത് അവളുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക്, കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നുള്ള നിലയ്ക്കുള്ള റൈറ്റാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ആണ്ടാൾക്ക് ഭഗവാനുമായിട്ടുള്ളത് വളരെ വിശേഷമായിട്ടുള്ളൊരു ബന്ധമാണ്, ഭാര്യ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ അമ്മയ്ക്ക് നിന്ദാസ്തുതി ചെയ്യാം. അത് മനുഷ്യരൂപത്തിൽ കല്യാണം കഴിക്കുമ്പോഴേക്കും തന്നെയും അമ്മയുടെ യഥാർത്ഥ രൂപം ഭൂമിദേവിയാണ്. ഭൂമിദേവി ഭഗവാന്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിമർശിക്കാം, അല്ലേ, സ്നേഹത്തോടു കൂടിയിട്ട് വിമർശിക്കാം. അതുകൊണ്ട് മാത്രമല്ല, തൻ്റെ മനസ്സിലുള്ള പരിഭവത്തിനൊന്നും മറച്ചു വെക്കണ്ട, ദേഷ്യത്തിനെ മറച്ചു വെക്കണ്ട, ഒന്നും മറച്ചു വെക്കണ്ട. ഭഗവാനുമായിട്ട് എന്ത് മറ, എല്ലാം തുറന്ന് പറയാം. അത് നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും, ഭഗവാനെ കാണാൻ കിട്ടാണ്ടിരിക്കുകയാണെങ്കിലും, ആകെ ദേഷ്യം വന്ന് നമ്മൾ വട്ടുപിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മളങ്ങോട്ട് തുറന്ന് എക്സ്പ്രസ് ചെയ്യണം ഭഗവാന്റെ അടുത്ത്. പല സ്ഥലത്തും നാച്ചിയാർ തിരുമൊഴിയിൽ അമ്മ തൻ്റെ അനിഷ്ടമൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിരാശ പറയുന്നുണ്ട്. ഭഗവാന്റെ ചില പ്രവർത്തികൾ അങ്ങനത്തെയൊക്കെ ഉള്ള, ഭഗവാൻ ക്രൂരനാണോ എന്നൊക്കെ തന്നെ ചില സമയത്ത് അമ്മ കുത്തുവാക്ക് പറയുന്നുണ്ട്. അതാ ഭക്തിയുടെ പാരമ്യതയിലാണ്. പല സമയത്തും അമ്മ നിന്ദാസ്തുതിയുണ്ട് അമ്മയുടെ എന്താ പറയുക വരികളിൽ. ചില ഭാഗത്ത് പറയുന്നുണ്ട് ഭഗവാൻ ഇരട്ടത്താപ്പുള്ള ആളാണ്. ഒരു കാര്യം ഇപ്പം ഇങ്ങനെ പറയും, അടുത്ത നിമിഷം മാറ്റി പറയും. ഇതെന്ത് മനുഷ്യനാണ് എന്ന് നമ്മൾ ചോദിക്കില്ല, അതുമാതിരി. എന്നിട്ട് പറയുന്നുണ്ട്, നീ രണ്ട് തരത്തിൽ വർത്തമാനം പറയണത് കാരണം എന്താ വെച്ചാൽ, നീ സർപ്പത്തിൻ്റെ മുകളിൽ പാമ്പിൻ്റെ കിടക്കേ കിടക്കണോണ്ടാണ്. കാരണം പാമ്പിൻ്റെ നാക്ക് രണ്ടാണ്, അറ്റം കീറിയിട്ട് രണ്ടായിട്ടാണ് പാമ്പിൻ്റെ നാക്ക്. അതുമാതിരി നിനക്കും രണ്ട് നാക്കാണ്
നിനക്ക് 2 നാക്കുള്ളതുകൊണ്ടാണ് നീ ഒരിക്കൽ ഓരോരിക്കൽ ഓരോ പോലെ പറയണത്. ഇപ്പം ഇങ്ങനെ പറയും, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയും. മാത്രമല്ല, ഒരു സത്യം പോലും നീ പാലിച്ചതായിട്ട് കാണുന്നില്ല. നീ എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് പല സത്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഒരു സത്യം പോലും നീ നടപ്പിലാക്കിയിട്ടില്ല. ചില സമയത്ത് പറയും നീ വേപ്പ് പോലെ കയച്ചതാണ്. അതുമാതിരി നിനക്ക് എന്താണ് ധർമ്മം എന്നറിയില്ല എന്നൊക്കെ ആ തൻ്റെ വേദനയുടെ പാരമ്യതയിൽ സ്നേഹം വർദ്ധിക്കുമ്പോൾ വേദന വർദ്ധിക്കുക. ആ സ്നേഹം ശരിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ, സ്നേഹം കിട്ടാതെ വരുമ്പോൾ, സ്നേഹിക്കുന്ന ആൾ താൻ ആഗ്രഹിക്കുന്നത് തരുന്നില്ല എന്ന് കാണുമ്പോൾ, തന്നെ അകറ്റി നിർത്തണു എന്ന തോന്നൽ വരുമ്പോൾ പെടയും കിടന്നിട്ട് ആ പെടച്ചിൽ മുഴുവൻ അമ്മയുടെ ആ നിന്ദാസ്തുതിയായിട്ട്, അമ്മയുടെ ദേഷ്യമായിട്ട്, അമ്മയുടെ കുത്തുവാക്കുകളായിട്ട് ഭഗവാനെ അഭിഷേകം ഇങ്ങനെ ചെയ്യണം. എന്തിനാണ് ഇത്രയും ഉയർന്ന പരമഭക്തയായിട്ടുള്ള ആണ്ടാൾ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ കാരണം വൈഷ്ണവ പദ്ധതിയിൽ പിരാട്ടി എന്ന് പറയുന്ന ആ ദേവിയുടെ ഭാവത്തിൻ്റെ അവകാശമാണത്. ഭാര്യ, ദിവ്യമായിട്ടുള്ള നമ്മളെന്താ പറയുക, ഇംഗ്ലീഷിൽ ഡിവൈൻ കൺസോർട്ട് എന്ന് പറയുക അല്ലേ. പിരാട്ടി മഹാലക്ഷ്മിയുടെ, ഭൂമിദേവിയുടെ, നിളയുടെയൊക്കെ അവകാശമാണത്. കാരണം ഈ പിരാട്ടി എപ്പോഴും ഭക്തൻ്റെയും ഭഗവാന്റെയും ഇടയിലുള്ളൊരു ഇടനിലക്കാരിയാണ്. ഈ അമ്മയുടെ അടുത്താണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ പോയി പറയും. നമ്മളെപ്പോഴും അച്ഛനോട് പറയാൻ മടിക്കുന്ന പലതും അമ്മയോട് പോയിട്ട് പറഞ്ഞ് അമ്മ വഴിയല്ലേ നടത്തിച്ചെടുക്കുക. അതേപോലെ നമ്മൾ അമ്മയോട് പോയിട്ടാണ് പറയുക. പത്മാവതിയോട് പറഞ്ഞിട്ട് വേണം വെങ്കടേശ്വരൻ്റെ അടുത്ത് കാര്യം നടത്താൻ. മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ട് വേണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നാരായണൻ്റെ അടുത്ത് കാര്യം നടത്താൻ അല്ലേ. രുക്മിണിയോട് പറഞ്ഞിട്ട് വേണം കൃഷ്ണൻ്റെ അടുത്ത് കാര്യം നടത്താൻ. അതേ രീതിയാണ് അവിടെ അമ്മ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. ഭക്തരുടെ ഗുണഗണങ്ങളെയൊക്കെ ഉയർത്തി പറഞ്ഞ് അവരുടെ കുറ്റവും കുറവിനെയൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് കേസ് പറയുകയാണ്. ഇത് പല സ്ഥലത്തും കാണാൻ പറ്റും. ആണ്ടാൾ വാസ്തവത്തിൽ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി ഭക്തകളും ഭക്തന്മാരും അനുഭവിക്കുന്ന വേദന തന്നെയാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അമ്മ ഭഗവാനെ എന്താ പറയുക വിമർശിക്കുന്നത്. ഭഗവാന്റെ ശ്രദ്ധ വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. വൈഷ്ണവാചാര്യന്മാരിൽ ഒരു മഹാത്മാവായിട്ടുള്ള സ്വാമി ദേശികൻ, അദ്ദേഹം ഈ പിരാട്ടിയുടെ ഭാവത്തിനെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമിദേവി ഈ വിധം തൻ്റെ അനിഷ്ടത്തിനെ പ്രകടിപ്പിക്കുക വഴി വളരെ ദയാവായ്പുള്ള സ്നേഹമയ്യായിട്ടുള്ളൊരു അമ്മ തൻ്റെ കുഞ്ഞിനെ നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ട് വഴക്ക് പറയും. അത് സ്നേഹവും ശ്രദ്ധയും കൊണ്ടാണ്. ആ കുഞ്ഞ് നന്നാവണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അതേപോലെ പല ഭാഗത്തും പ്രണയിക്കുന്നവൾക്ക് കാമുകനെ അഥവാ ഭാര്യയ്ക്ക് ഭർത്താവിനെ പല സമയത്തും സ്വന്തം കുട്ടിയായിട്ട് തോന്നും അത്രേ. ദേവി അവിടെ ഭഗവാനെ തൻ്റെ കുട്ടിയെപ്പോലെ കണ്ടിട്ട്, തൻ്റെ ഭർത്താവാണ് പക്ഷെ അവിടെ ഒരു അനുസരണയില്ലാത്ത ശ്രദ്ധയില്ലാത്തൊരു കുട്ടിയെപ്പോലെ കണ്ടിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഭഗവാന്റെ ശ്രദ്ധയെ ഭക്തരുടെ ദുരിതങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട്, ആ ഭക്തരുടെ ദുരിതങ്ങളെ ഭഗവാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെന്നാണ് പറയണം. ഭഗവാന്റെ അനുഗ്രഹത്തിനും ഭഗവാന്റെ ദയയ്ക്കും അവരെ പാത്രീഭൂതരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെന്നാണ് പറയണം. ആണ്ടാളുടെ ആ നിന്ദാസ്തുതി വഴി ദേവി ഇതാണ് പ്രധാനമായിട്ട് ചെയ്യണം. ഭഗവാനെ ഗുണദോഷിക്കുന്നതോ വഴക്ക് പറയണതോ ഒന്നും ഭഗവാനോട് ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അഗാധമായ വളരെ ആഴമേറിയിട്ടുള്ളൊരാഗ്രഹമുണ്ട്, നമ്മുടെ ഉള്ളിൽ തട്ടിയുള്ളൊരാഗ്രഹമുണ്ട്. ഭഗവാൻ ഭക്തരുടെ വിളി കേൾക്കണം, ഭക്തരുടെ ദുരിതങ്ങൾ കാണണം, അവരെ രക്ഷിക്കണം, അവരെ ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്ത് കിടത്തണം, അവരൊക്കെയുള്ള ആ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പൻ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അമ്മ ഭഗവാനെ വഴക്ക് പറഞ്ഞ് വിളിക്കുന്നത്. അമ്മയുടെ എന്താ പറയുക, അഗാധമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രണയം, അതേപോലെ ഭഗവാനുമായിട്ട് ഒന്നു ചേരാനുള്ള ആ അക്ഷമ, അത് കാണിക്കാനാണ് അമ്മ ഭഗവാനെ വിമർശിക്കുന്നത് പലപ്പോഴും. ഭഗവാന്റെ എന്താ പറയുക
നിസ്സംഗത, ഭഗവാൻ ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന അവസ്ഥ, അത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും ദേവിക്ക് നന്നായിട്ടറിയാം, ഏത് വിധേനയെങ്കിലും ശ്രദ്ധ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒടുക്കം ഭഗവാൻ നമ്മളെ നോക്കാതിരിക്കില്ല, നമ്മുടെ അടുത്തേക്ക് വരും. ഗുരുവായൂരപ്പൻ വരും നമ്മുടെ അടുത്തേക്ക്. നമ്മുടെ വിളി ഭഗവാൻ കേൾക്കാതിരിക്കുക എന്നേക്കുമായിട്ടൊന്നൊരു സംഭവമില്ല, എന്നെങ്കിലും കേൾക്കും എന്നുള്ള ഉറപ്പും അമ്മയുടെ വാക്കുകളിലുണ്ട്. ഗീതയിൽ തന്നെ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണില്ലേ, തൻ്റെ ഭക്തരെ, യഥാർത്ഥ ഭക്തര് വളരെ ചുരുക്കമാണ്, അങ്ങനെയുള്ളവരെ വളരെ അമൂല്യമായിട്ടുള്ളവരാണ്. അർജുന, ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാളാണ് ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു 100 പേരെ എടുത്താൽ, അല്ലെങ്കിൽ 10 പേരെ എടുത്താൽ, അതിൽ ആകെ ഒരാളായിരിക്കും ചിലപ്പോൾ സത്യവസ്തുവായിട്ടുള്ള എന്നെ തിരിച്ചറിയണം. ഭാഗവതവും പറയണ്ടല്ലോ, സത്യം പരം ധീമഹി, സത്യത്തിനെ ഉപാസിക്കാനാണ് പറഞ്ഞത്. ആ സത്യത്തിനെ തിരിച്ചറിയുന്നത് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാളായിരിക്കും. ആണ്ടാളുടെ നിന്ദാസ്തുതിയും ഇതേ തത്വത്തെയാണ് കാണിക്കുന്നത്. യഥാർത്ഥ ഭക്തിയുടെ, ശുദ്ധഭക്തിയുടെ കഷ്ടതയും അതിൻ്റെ തീവ്രതയും. ശുദ്ധഭക്തി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിൻ്റെ കഷ്ടവും അതിൻ്റെ തീവ്രതയും, സ്ട്രഗിളും ഇൻറ്റൻസിറ്റിയും അത് ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. കാരണം അത്രയും കടന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞ മാതിരി ആ ഒരാൾ തിരിച്ചറിയണത്. കണ്ണടച്ചിട്ട് അന്ധമായിട്ടുള്ള ഒരു ആരാധനയല്ല, ഫാൻ ഫോളോയിങ് അല്ല ഭഗവാന്റെ ഭക്തി. ഇപ്പോഴത്തെ പല ഭക്തി പ്രസ്ഥാനങ്ങൾ ജയിപ്പിക്കണ മാതിരി ഫാൻസാണ് അവരുണ്ടാക്കണത്. അവർ ഭക്തരെയല്ല ഉണ്ടാക്കണം. ഫാൻസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ സൂപ്പർ സ്റ്റാർ പറയണതും ചെയ്യണതും മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും മോശമാണെന്നാണ്. അതല്ല യഥാർത്ഥ ഭക്തി എന്ന് കാണിച്ചു തരികയാണ് ആണ്ടാളുടെ ജീവിതവും നിന്ദാസ്തുതി. ഒരു ജീവനുള്ള, ശ്വാസമുള്ള ഒരു ബന്ധം ഭഗവാനുമായിട്ട് നമുക്ക് ഉണ്ടാവുമ്പോഴാണ്, അതിൻ്റെ അകത്ത് നമ്മുടെ സകല മാനുഷികമായിട്ടുള്ള വികാരങ്ങളും ഭഗവാനോട് ഉണ്ടാവുമ്പോഴാണ് ആ ബന്ധം പുഷ്കലമായിട്ട് അതിൻ്റെ പവർ ഉണ്ടാവണത്. അപ്പോഴാണ് പ്രണയമാവട്ടെ, ഭഗവാനെ കാത്തിരിക്കലാവട്ടെ, ഭഗവാനെ കിട്ടാത്തതിൻ്റെ നിരാശയാവട്ടെ, അതിൽ നിന്നുണ്ടാവണ ദേഷ്യമാവട്ടെ, അതൊക്കെ ഭഗവാനിലേക്ക് തന്നെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറയാറില്ലേ, എല്ലാം ഭഗവാന് കൊടുക്കുമ്പോൾ മോശമായിട്ടുള്ളതും കൊടുക്കാതിരിക്കരുത്, അതും കൊടുക്കണം, എന്തും കൊടുത്തോണ്ടിരിക്കണം. നമ്മളുടെ ആളാണ്, നമ്മളിലൊരാളാണ്, നമ്മുടെയാണ് ഭഗവാൻ. ആ നമ്മുടെ എന്ന് പറയുമ്പോൾ ആ ഭഗവാന് നമ്മുടെ അകത്തുള്ള എല്ലാം, നല്ലതും ചീത്തയും എല്ലാം കൊടുത്തോണ്ടേയിരിക്കണം. അതാണ് യഥാർത്ഥ ഭക്തി. അങ്ങനെ വരുമ്പോൾ അത് ശുദ്ധമാവും. അങ്ങനെ ശുദ്ധമാവുക എന്നുള്ളതാണ് ആണ്ടാളുടെ നിന്ദാസ്തുതി. ഇങ്ങനെ തുറന്ന സത്യസന്ധമായിട്ടുള്ള പ്രകടനം, വികാരങ്ങളുടെ പ്രകടനം ഭഗവാനോട് കാണിക്കുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടുള്ള, നമ്മുടെ ഗുരുവായൂരപ്പനായിട്ടുള്ള നമ്മുടെ ബന്ധം അങ്ങോട്ട് ഉറച്ച് വരും. അത് ശുദ്ധമാവും, സത്യസന്ധമാവും, പുഷ്ടി പ്രാപിക്കും. അപ്പോൾ ആണ്ടാളുടെ നിന്ദാസ്തുതി ഇനി എന്തെങ്കിലുമൊക്കെ നാച്ചിയാർ തിരുമൊഴി വ്യാഖ്യാനിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മറ്റാചാര്യന്മാരുടെ വ്യാഖ്യാനം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ എന്താ ഇങ്ങനെ ആണ്ടാൾ പറഞ്ഞിരിക്കണമെന്ന് ചിന്തിക്കരുത്. മനസ്സ് തുറന്ന്, ഉള്ളു തുറന്നുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഭഗവാനെ ചീത്ത പറയും. അതിനാർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. നമ്മളും ഭഗവാനും തമ്മിലുള്ള റിലേഷൻ അതാണ്. അവിടെ നമ്മൾ ഗുരുനാഥനായിട്ട് കാണുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഭഗവാനായിട്ട് വഴക്കിടാൻ പോകരുത്. ഗുരുനാഥനെ നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റില്ല, അവിടെ കളി മാറും. ബാക്കി ഏത് ഭാവത്തിലും ഭഗവാനായിട്ട് അടിയുണ്ടാക്കാം. ഞാൻ അടിയുണ്ടാക്കാറുണ്ട്. അടിയുണ്ടാക്കുമ്പോൾ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രദ്ധ നമ്മളിലേക്ക് വരുള്ളൂ. ഞാൻ പറയാറില്ലേ, ഭഗവാനെ എൻ്റെ കൈ പിടിച്ചോളണേന്നൊന്നും പറഞ്ഞിട്ട് മൂപ്പരെ സൂചിപ്പിച്ച് കളയരുത്. പുള്ളി തിരിഞ്ഞു നോക്കില്ല.
കയ്യിലങ്ങോട്ട് പിടിച്ച് തൂങ്ങിക്കിടക്കണം. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, വാശിയുള്ള കുട്ടികൾ അമ്മയുടെ സാരിയിലൊക്കെ പിടിച്ച് വലിച്ച് ഇഴച്ചോണ്ടൊക്കെ പോകണം. അതുമാതിരി പിടിപെടരുത്. നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് മൂപ്പര് കൊതറി കളയാൻ നോക്കിയാലും പിടിപെടാൻ പാടില്ല. ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ സുഖിപ്പിക്കണം, ഭഗവാനെ സുഖിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഒരിക്കലും കരുതരുത്. അതിന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരണ എല്ലാ തരത്തിലുള്ള ഫ്ലേവറുകളും കളറുകളും അതിൻ്റെ അകത്തുണ്ടാവണം. നമ്മുടെ യഥാർത്ഥ വികാരങ്ങളൊക്കെ ഭഗവാന് കിട്ടണം. അത് ഭഗവാനെ വിമർശിക്കുന്നതാണെങ്കിൽ പോലും. അങ്ങനെ വരുമ്പോൾ ആ ഭക്തിയുടെ തീവ്രത എന്തായിരിക്കുന്നു സങ്കല്പിക്കാൻ സാധിക്കില്ല. ആണ്ടാളുടെ ഭക്തിയിൽ നമ്മളതാ പഠിക്കേണ്ടത്. ഇനിയും അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ആണ്ടാളുടെ ഗുരുഭക്തിയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് പറയാനുണ്ട്. ആണ്ടാൾ എന്താ പറയുക, തൻ്റെ ഭക്തിയെ മുഴുവൻ വാക്കുകളുടെ രൂപത്തിലാക്കിയതാണ് നാച്ചിയാർ തിരുമൊഴി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള അറിവുകളും രഹസ്യങ്ങളും വരെ അമ്മ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തമിഴ് വായിക്കാൻ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഇപ്പോൾ തമിഴിനെ എഴുതിയത് ഉണ്ടെങ്കിൽ നിത്യേന നാച്ചിയാർ തിരുമൊഴി വായിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, അതിൻ്റെ അർത്ഥമറിഞ്ഞ് വ്യാഖ്യാനത്തോട് കൂടിയിട്ട് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സിംഹാസനം അങ്ങോട്ട് ഉറയ്ക്കും, അങ്ങോട്ട് ഫൗണ്ടേഷൻ. അത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഒരു എന്താ പറയുക മന്ത്രം പോലെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നേരത്തെ വാരണമായിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ 6ാമത്തെ പാസുരം അതൊക്കെ ചെല്ലുന്നത് വളരെ വിശേഷമാണ്. അതേപോലെ തന്നെയാണ് തിരുപ്പാവൈ വായിക്കുന്നതും. ഭഗവാനിലെ ഭക്തി ഉറപ്പിക്കാൻ ഇത്രയും വിശേഷമായിട്ടുള്ളൊരു കൃതിയാണത്. ഇപ്പം നമ്മൾ എന്താ പറയുക, അമ്മ എന്തൊക്കെ ചെയ്തിരുന്നു ഭഗവാനെന്ന് ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് അമ്മയ്ക്കും ചെയ്യേണ്ടതും ഭഗവാന് വേണ്ടി ചെയ്യേണ്ടതും. നമ്മളിപ്പോൾ നാളെ ആടിപ്പൂരത്തിനൊക്കെ അമ്മയുടെ സ്തുതികൾ, ഗോദാസ്തുതി പാടുക, അല്ലെങ്കിൽ അമ്മ എഴുതിയ എന്താ പറയുക നാച്ചിയാർ തിരുമൊഴിയോ അല്ലെങ്കിൽ തിരുപ്പാവയൊക്കെ ചെല്ലുക, പാടാൻ അറിയണവർ പാടുക, അതൊക്കെ ഭഗവാന് സമർപ്പിക്കുക, ഭജനകൾ പാടുക, ഒറ്റയ്ക്കിരുന്നോ കൂട്ടായിട്ടോ ഒക്കെ ചെയ്യുക. എല്ലായിടത്തും ഗുരുവായൂരപ്പനാകണ സന്തോഷത്തിനെ നിറയ്ക്കുക. അതേപോലെ തന്നെ ഭഗവാന് സ്പെഷ്യലായിട്ട് നേദ്യങ്ങളൊക്കെ കൊടുക്കുക. അമ്മ ആണ്ടാൾ സത്യം ചെയ്യുന്നുണ്ട്, ഉണ്ണിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ഗുരുവായൂരപ്പന് വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ നിനക്ക് 100 തട വെണ്ണ തരാം, 100 തട അക്കരടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് 100 കണക്കിന് 100 പാത്രം കലം വെണ്ണ, അതേമാതിരി 100 പാത്രം ഇത് എന്താ പറയുക പാൽച്ചോറ്, മധുരം ഇട്ട പാൽപ്പായസമൊക്കെ പോലുള്ള കട്ടിക്ക് ചോറും പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള മധുരമുള്ള ചോറ് ഇത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. രാമാനുജാചാര്യരുമറ്റേ അമ്മ പണ്ട് അങ്ങനെ ആണ്ടാൾ സത്യം ചെയ്തിട്ടുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് കല്യാണം കഴിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴേക്കും ഭഗവാനിൽ ലയിച്ചു പോയി. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് രാമാനുജാചാര്യർ 100 കുടം വെണ്ണയും 100 കുടം ഈ മധുരച്ചോറും പാല് ചേർത്ത മധുരച്ചോറും രംഗനാഥന് സമർപ്പിച്ചു അത്രേ, ആണ്ടാളിൽ ചെയ്ത സത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഭഗവാനും അമ്മയ്ക്കും നേദിക്കുക. അതുപോലെ ക്ഷേത്രങ്ങൾ, ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ചെന്ന് അടിച്ചു വാരുക, വൃത്തിയാക്കുക. ഇപ്പം നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കഴകക്കാർക്കൊക്കെ എല്ലാം വൃത്തിയാക്കി വെക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ആവുമ്പോൾ നമ്മൾ കണ്ട് അവിടുത്തെ എന്തെങ്കിലും ചപ്പും ചോറൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അവിടെ ശുദ്ധാക്കാൻ സഹായിക്കുക. ഇതൊക്കെ ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ എന്താ പറയുക, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വേണ്ട അനവധി പാഠങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാച്ചിയാർ തിരുമൊഴിയിൽ സൂചനകളുണ്ട്. അതിൻ്റെ ഒരു വിസ്തരിച്ചൊരു വ്യാഖ്യാനം വായിക്കുമ്പോൾ ഭഗവാനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ
ദൈനംദിന ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ നമുക്ക് കിട്ടും. ഭഗവാന്മാരുടെ ജീവിതത്തിൽ തന്നെ ആണ്ടാളുടെ എന്താ പറയുക, ഈ നാച്ചിയാർ തിരുമൊഴി എന്നൊക്കെയുള്ള പദ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുപ്പതിയിൽ എന്താ സാറ്റ്രൂമറയുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. അത് ഭഗവാന്റെ പ്രധാനപ്പെട്ട അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ്റെ സമയമാണ്. ആ സമയത്ത് ചെല്ലും. വെങ്കടേശ്വര സ്വാമിക്ക് എന്താ പറയുക, അറിയാമല്ലോ, തിരുപ്പതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക വൈകുണ്ഠമാണ്. സമൃദ്ധിയുടെ പരകോടിയിൽ ഭഗവാൻ വിരാജിക്കുന്ന സ്ഥലമാണ്. അവിടെ ഭഗവാന്റെ ഒരു പ്രധാന ചടങ്ങായിട്ട് അമ്മയുടെ ഈ പാസുരങ്ങൾ ചെല്ലുന്നൊരു പതിവുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചടങ്ങുകളോ അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള വിശേഷ ചടങ്ങുകളോ അവസാനിക്കുമ്പോൾ ചില എന്താ പറയുക, ദിവ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വരികൾ പാടുക എന്നുള്ളതാണ് ഈ സാറ്റുമറൈ എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഉപസംഹാര പ്രാർത്ഥനകളാണ്. ഒരു കാര്യം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അതിൽ ഭഗവാനോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കും. ഭഗവാൻ ആ ചെയ്ത കർമ്മത്തിനെ പൂർണ്ണമാക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണതിൻ്റെ ഭാഗമായിട്ടുള്ളതാണത്. തിരുപ്പതിയിൽ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആണ്ടാളുടെ ഈ വരികളെ ഭഗവാന്റെ മുന്നിൽ പാടണത്. അത് നാച്ചിയാർ തിരുമൊഴിയുടെ 14ാമത്തെ തിരുമൊഴിയുണ്ട്. പ്രത്യേകിച്ചും അതിലൊരു എന്താ പറയുക, പട്രിമെൻറോർ കരേരു എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ ഒരു ഭാഗമുണ്ട്. അത് എല്ലാ ആഴ്ചയും ഭഗവാന് തിരുമഞ്ജനം നടക്കുമ്പോൾ ഭഗവാന്റെ കുളി എല്ലാ വെള്ളിയാഴ്ചയാണ് വെങ്കടേശ്വര സ്വാമിയുടെ വലിയ വിഗ്രഹത്തിനെ കുളിപ്പിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ആ വലിയ വിഗ്രഹത്തിന് കുളിയുള്ളൂ, അഭിഷേകമുള്ളൂ. ആ സമയത്ത് ഈ 14ാമത്തെ തിരുമൊഴി പാടും. അതിൽ എന്താ പറയുക, ഭഗവാനെ ഭഗവാൻ വേട്ട കഴിഞ്ഞ് വരുന്നവൻ എന്ന അർത്ഥത്തിൽ വേട്ട കഴിഞ്ഞ് വന്നിട്ടുള്ള കുളിയും റിഫ്രഷ്മെൻറ്റുമാണ്. അപ്പോൾ വേട്ടയാടി വരുവാനേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. പിന്നെ പാടിപ്പാടി ഉറക്കം കിടപ്പായി കണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉറക്കം വരും. നമ്മൾ നായാട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുക. അപ്പോൾ ഭഗവാനെ അങ്ങനെ ഉറക്കുക, അതിനൊക്കെ ആയിട്ടൊക്കെയാണ് ആ പാസുരങ്ങൾ തിരുമൊഴികൾ പാടണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആ ദിവ്യമായിട്ടുള്ള വരികൾ അവിടെ പാടുമ്പോൾ ആ അന്തരീക്ഷത്തിലുണ്ടാവണ മാറ്റം, അതേമാതിരി പാരമ്പര്യവും ഭക്തിയും എങ്ങനെ ചേർക്കണം എന്നുള്ളതും, അതുപോലെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതും ഇത്തരം ചടങ്ങുകളിൽ നിന്നും ആ വരികൾ പാടണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുപ്പതിയിൽ വേറൊരു ഇത് കൂടിയുണ്ട്. ഭഗവാന്റെ ബ്രഹ്മോത്സവത്തിൻ്റെ സമയത്തും ഇതേപോലെ ആണ്ടാളുടെ വരികൾ പാടാറുണ്ട്. വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ്. തിരുപ്പതിയുടെ പദ്ധതിയും ശ്രീരംഗത്തെ പദ്ധതിയും വളരെ വ്യത്യസ്തമാണ്. വൈഷ്ണവത്തിൻ്റെ 2 ധാരകളിലാണെങ്കിലും പല കാര്യങ്ങളിലും അത് ചേർച്ചയില്ലായ്മ ഉണ്ടെങ്കിലും ആണ്ടാളിനെ തിരുപ്പതിയിലും ഏറെ ബഹുമാനത്തോടെയാണ് കൊണ്ടാടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. വാസ്തവത്തിൽ ഈ വാരണമായിരം കുറച്ചുകൂടെ വിസ്തരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. സമയക്കുറവുള്ളതുകൊണ്ടാണ്. മറ്റൊരിക്കൽ വാരണമായിരം ഞാൻ പ്രാർത്ഥിക്കാം, അത് വിസ്തരിച്ച് പറയാം. നാച്ചിയാർ തിരുമൊഴി മുഴുവൻ പറയാൻ ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. എല്ലാവർക്കും വാരണമായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ അറിയുള്ളൂ. പക്ഷേ ആ സിനിമയുടെ പേരെടുത്തിരിക്കുന്നത് ഈ എന്താ പറയുക, ഇത്രയും ഭഗവാനോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വരികളിൽ നിന്നാണെന്നുള്ളതാണ്. അത് ഈ 6ാമത്തെ തിരുമൊഴിയാണ്. ഒന്ന് ചുരുക്കി പറയാം. എന്തായാലും 6ാമത്തെ തിരുമൊഴിയാണ്. അതിൽ ദേവി സ്വപ്നം കാണുകയാണ്, ആണ്ടാൾ സ്വപ്നം കാണുകയാണ് കൃഷ്ണനെ കല്യാണം കഴിക്കണമായിട്ട്.
അമ്മയുടെ ഭാവനാശക്തി എന്തുമാത്രമാണെന്നും അമ്മയുടെ തീവ്രഭക്തി എന്താണെന്നൊക്കെ ഇന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയ്ക്ക് എത്രമാത്രം ഭഗവാനോടുള്ള പ്രണയമുണ്ട്, ഭഗവാനായിട്ട് ഒന്നാവാനുള്ള ആഗ്രഹമുണ്ടെന്ന് നമുക്ക് ഇന്ന് ശരിക്കും മനസ്സിലാവും. വാരണം 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആനകൾ എന്നാണ് അർത്ഥം. വാരണം വെച്ചാൽ ആന, വാരണം 1000 വെച്ചാൽ 1000 ആനകൾ, 1000 എലിഫൻറ്റ്സ്. അമ്മ പറയണത് എന്താ വെച്ചാൽ അമ്മയുടെ കല്യാണത്തിനായിട്ട് ഭഗവാന്റെ എഴുന്നള്ളത്ത് 1000 ഗംഭീരന്മാരായിട്ടുള്ള മത്ത ഗജങ്ങൾ നയിച്ചുകൊണ്ടാണ് അത്ര വരുന്നത്. 1000 ആനകൾ നയിക്കുന്ന ഒരു വലിയ വെഡ്ഡിങ് പ്രൊസഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു ഗ്രാൻഡായിട്ടുള്ള ആ ഒരു ഇമേജ്, താൻ ഭഗവാനുമായിട്ട് ഒന്നാവാൻ പോകുന്നതിൻ്റെ ആ ഒരു മഹിമയുടെ വലിപ്പം കാണിക്കാനായിട്ടൊരു വിഷ്വൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ അനവധി കാര്യങ്ങളുണ്ട്. ആദ്യം ഈ പ്രൊസഷൻ വരുന്നുണ്ട്, പിന്നെ ഈ നമ്മുടെ എന്താ പറയുക കല്യാണത്തിൻ്റെ ചടങ്ങുകളുണ്ട്. ഇതിലൊക്കെയും ഭഗവാന്റെ ഭക്തിയുടെ തേനിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് പറയണത്. അത് പൊതുവിൽ 4 ഭാഗങ്ങളായിട്ടാണ് വാരണം 1000 വരുന്നത്. കുറച്ച് സ്റ്റാൻസസ് ഉണ്ട്, അതിന് കുറച്ച് പദ്യങ്ങളുണ്ട്. അതിൽ ആദ്യം ഭഗവാന്റെ വരവാണ്, കൃഷ്ണൻ വരികയാണ്, ഗുരുവായൂരപ്പൻ വരികയാണ് വരൻ്റെ വേഷത്തിൽ, അതിസുന്ദരനായിട്ട് അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു തേരിൽ 1000 ആനകളോടെ അകമ്പടിയോട് കൂടിയിട്ട് ഭഗവാൻ വരണം. ഭഗവാന്റെ ആ വരവിൻ്റെ ആ ഒരു ഗ്രാൻഡ് ലുക്കും ഫീലും, അതുപോലെ ആണ്ടാളുടെ മനസ്സിൽ ഭഗവാനെയുള്ള ആ കാത്തിരിപ്പും, അതൊക്കെ ആ വാരണം 1000 എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ വരികളിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണത്തിൻ്റെ ചടങ്ങുകളാണ്. അത് താലികെട്ടും മാല മാറ്റലും വേദമന്ത്രം ചൊല്ലലും ഒക്കെ അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചത് എന്തെങ്കിലും പറയാൻ സാധിക്കട്ടെ, അത് വിസ്തരിച്ച് പറയണം, അത് മാത്രം എടുത്ത് പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ദേവതകളും ആണ്ടാളിനെ എന്താ പറയുക അനുഗ്രഹിക്കണതും, വധൂവരന്മാരെ അനുഗ്രഹിക്കണതും, അവരെയൊക്കെ അക്ഷതം ഇട്ട് ആശീർവാദം ചൊല്ലി അനുഗ്രഹിക്കണതും ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വർണ്ണിക്കണത് ആണ്ടാളും ഭഗവാനും തമ്മിലുള്ള ആ വിവാഹത്തിൽ ഭക്തരുടെ ആഘോഷമാണ്. അതായത് തൻ്റെ മാത്രം പല ഭക്തരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ താനും ഭഗവാനും തമ്മിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ തൻ്റെ മാത്രം എന്നുള്ള ഒരു സ്വാർത്ഥതയുടെ രീതിയിലാണ്. പക്ഷെ ആണ്ടാളെ പോലുള്ള പരമഭക്തർക്ക് അങ്ങനെയല്ല, അത് ഷെയർ ചെയ്തിട്ടാണ്. എല്ലാവരിലേക്കും ആ പ്രണയം ഷെയർ ചെയ്യും ദേവി. ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നതിൻ്റെ ആ ആനന്ദോത്സവം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും എന്താ പറയുക, ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു സ്വപ്നമാണ് അതിൽ, അല്ലെങ്കിൽ സ്വപ്നമായിട്ടുള്ളൊരു കവിതയാണ്. അതിന് അത്യഗാധമായിട്ടുള്ള ആധ്യാത്മിക അർത്ഥങ്ങളും പ്രാധാന്യവും തലങ്ങളും ഒക്കെയുണ്ട്. ഈ ആദ്യത്തിൽ വരുന്ന ആ ഗ്രാൻഡായിട്ടുള്ള ആ വെഡ്ഡിങ്ങിൻ്റെ ആ പ്രൊസഷൻ ഉണ്ടല്ലോ, ആ വരൻ്റെ ആ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഭക്തൻ്റെ ആധ്യാത്മിക പാതയിലുള്ള മുന്നേറ്റത്തിനെയാണ്, ഓരോ ഘട്ടങ്ങളെയാണ് അത് കാണിക്കുന്നത്. അതിനുശേഷം വരണ കല്യാണ ചടങ്ങുകളെന്ന് പറയുന്നത് ഓരോന്നും സാധനയുടെ തലത്തിൽ ഭക്തൻ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ്. ഭഗവാൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടങ്ങളാണ്. വൈഷ്ണവ പദ്ധതികളിൽ ആണ്ടാളുടെ സ്വപ്നം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ദിവ്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അഥവാ ഒരു ദിവ്യാനുഭവമായിട്ടാണ് പറയണത്. എങ്ങനെ ആയിരിക്കണം ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക എന്താണെന്ന് ചോദിച്ചാൽ അത് ആണ്ടാളുടെയും ഭഗവാന്റെയും വിവാഹമാണ്. ആ വിവാഹമാണ് നമ്മൾ ഓരോ ഭക്തൻ്റെയും ആത്യന്തിക ലക്ഷ്യം, ഈ ജീവിതത്തിൻ്റെ ഭഗവാനുമായിട്ട് ഒന്നാവുക. അതെങ്ങനെ ഇളകാത്ത സ്നേഹവും വിശ്വാസവും കൊണ്ട്. ഇന്നും തമിഴ്നാട്ടിൽ വിവാഹങ്ങൾക്കൊക്കെ വാരണം 1000 പാടാറുണ്ട്, തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് വധൂവരന്മാർക്ക് ആണ്ടാളിനെയും ഭഗവാന്റെയും, ഭഗവാൻ എന്താ പറയുക വരനാണല്ലോ, ത്രിലോകീയ ഗൃഹസ്ഥനാണ്, നിത്യവരനാണ്. അമ്മയാണെങ്കിൽ ആണ്ടാളാണെങ്കിൽ നിത്യസുമംഗലിയാണ്. അപ്പോൾ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അത്ര അത് പാടാറ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാരണം 1000 ചെല്ലുന്നത്, ആ പാസുരങ്ങൾ ചെല്ലുന്നത് വളരെ വിശേഷമാണ്. ദേവിയുടെ എന്താ പറയുക അനുഗ്രഹം കല്യാണം കഴിയാത്ത കുട്ടികൾക്കുണ്ടാവും, കല്യാണം നടക്കാനായിട്ട് എന്നുള്ളതും വളരെ വിശേഷമായിട്ടാണ് പറയാറ്. പിന്നൊരു പ്രധാന കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ആണ്ടാളുടെ കൃതികളിൽ ആ നായികാഭാവം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ചെയ്തപ്പോൾ അതിൽ ഞാൻ നായികാഭാവം മാത്രമാണ് പറഞ്ഞത്, ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല.
നായിക എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആണ്ടാൾ ഭൂമിദേവിയുടെ അവതാരമാണെന്ന് പറഞ്ഞു. നമ്മുടെ ഭക്തരെ ഭക്തിയുടെയും ഭഗവാനോടുള്ള പ്രണയത്തിൻ്റെയും നിത്യസമർപ്പണത്തിൻ്റെയും ഇളകാത്ത വിശ്വാസത്തിൻ്റെയും പാതയിൽ കൊണ്ടുപോകാനുള്ള അവളാണ്. ആ ദേവിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനൊക്കെയുള്ളൊരു പാഠപുസ്തകമാണെന്നും പറഞ്ഞു. ആ പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ അതൊരു സിനിമയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നാടകമാണെന്ന് വിചാരിക്കുക. ആ നാടകത്തിൽ ആ ദേവി കെട്ടിയാടുന്ന വേഷം നായികയുടെയാണ്. നായിക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൾ, കഥയിലെ പ്രധാന സ്ത്രീ കഥാപാത്രം. ഭക്തിയുടെ ഒരു പ്രധാന വികാരം, അതിനെയാണ് നായികാഭാവമായിട്ട് ഇവിടെ പറയണത്. എന്താണ് ആ വികാരം? ഭഗവാനെ കിട്ടാനുള്ള തേക്കം, തേങ്ങൽ. അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള പ്രണയം, തീവ്രമായിട്ടുള്ള എന്താ പറയുക, കിട്ടാനുള്ള ആഗ്രഹം, ഭഗവാനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ഭഗവാനോട് പരിഭവമാവട്ടെ, വഴക്കാവട്ടെ, സ്നേഹമാവട്ടെ, കാമാവട്ടെ, എന്തും പ്രകടിപ്പിക്കാനുള്ള തുറന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ബന്ധം. നാച്ചിയാർ തിരുമൊഴിയിലും തിരുപ്പാവയിലും ഇത് വ്യക്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് കൃഷ്ണനോടുള്ള പ്രണയത്തിനെ അതിൻ്റെ എല്ലാ തലങ്ങളിലും കൂടെയാണ് ദേവി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവാത്മാവിന് പരമാത്മാവിന് അടയാനുള്ള ആ തീവ്രമായിട്ടുള്ള അഭിലാഷത്തിനെയാണ് ഇതിൽ സിംബോളിക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുപ്പാവയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ തന്നെ കൂട്ടുകാരികളെയൊക്കെ വിളിച്ചുണർത്തി ഭഗവാനെ രാവിലെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഗോപസ്ത്രീകളെ മുഴുവൻ കൊണ്ടുപോകുന്നൊരു പെൺകുട്ടിയായിട്ടാണ്, ഒരു ഗോപിയായിട്ടാണ് സ്വയം പറഞ്ഞ മാർഗഴി തിങ്കൾ മതി നിറയുന്ന ആളാൾ പറഞ്ഞിട്ട് തുടങ്ങണത് തന്നെ അങ്ങനെയാണ്. അമ്മ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മളെ ഒക്കെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഞാൻ തിരുപ്പാവയെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അവിടെയും ഒരു ലീഡർഷിപ്പ് റോള്, നായികയുടെ ഭാവമാണ് എടുക്കുന്നത്. ഞാൻ മാത്രം ഭഗവാനെ പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടല്ല പോകണം, വരൂ നമുക്ക് എല്ലാവർക്കും പോകാം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് റോള്, ഒരു നായികയുടെ റോൾ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. നാച്ചിയാർ തിരുമൊഴിയിൽ ചെയ്യുന്നത് എന്താ? ആ നായികാഭാവം അതിൻ്റെ ഏറ്റവും ഉത്തുംഗാവസ്ഥയിലെത്തുകയാണ്. അവിടെ അവളാണ് ഭഗവാന്റെ നായിക, ഭഗവാനെ കല്യാണം കഴിക്കുന്നത് അവളാണ്. പ്രകൃതിയോടുള്ള ഓരോ സംഭാഷണങ്ങളിലും തൻ്റെ മനസ്സ് കലങ്ങി മറിയണതിലും ഭഗവാന്റെ ആ വേർപിരിഞ്ഞിരിക്കണതിൻ്റെ ആ വിഷമം പറയണതിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. എന്തിനാ ഈ വാരണമായിരം ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നായികയുടെ കല്യാണത്തിൻ്റെ വർണ്ണനയാണത്. അപ്പോൾ നായികാഭാവത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൽ നിന്ന് നമ്മളെന്താ പഠിക്കേണ്ടത്? ഭഗവാനുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ നേരത്തെയും പറഞ്ഞു. അത് വളരെ തീവ്രമായിരിക്കണം, വളരെ ക്ലോസ് ആയിരിക്കണം, ഇൻറ്റിമേറ്റ് ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവും കൂടെ ചെയ്യണം. ഒരു കാമുക ഭാവം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവണ ഭാവമാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ദേവി ആ റോൾ എടുത്തത്. അല്ലാതെ അതിൻ്റെ തത്വാർത്ഥം മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബോണ്ടിങ്, ഗുരുവായൂരപ്പനായിട്ടുള്ള നമ്മുടെ ആ തീവ്രമായിട്ടുള്ള അനുരാഗം, അല്ലെങ്കിൽ ആ എന്താ പറയുക, ഒട്ടിച്ചേരാനുള്ള ഭഗവാനായിട്ട് ഒന്നായി തീരാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് ഒരു മൂർത്ത രൂപം കൊടുത്തിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പല സ്ഥലത്ത് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മനുഷ്യൻ്റെ വികാരങ്ങൾ, നമ്മൾ അധമ വികാരം അല്ലെങ്കിൽ താഴ്ന്ന വികാരങ്ങളെന്ന് പറഞ്ഞ പ്രണയം പോലുള്ള അല്ലെങ്കിൽ കാമം പോലുള്ള കാര്യങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് ഭഗവാന്റെ തലത്തിലേക്ക് ഉയർത്തുക, ഭഗവാനിലേക്ക് കൊടുക്കുക. ഇപ്പോൾ മുമ്പ് ഞാൻ ഗീതാഗോവിന്ദം പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു ശരീരത്തിനോട് തോന്നുന്ന ഇഷ്ടം കാമമാണ്. അതേസമയം അത് ഭഗവാനോട് തോന്നിയാൽ അത് പ്രണയമായി. നമ്മൾ മറ്റ് ശരീരങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഒക്കെ കാമപൂർത്തീകരണങ്ങളാണ്. നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് ശരിയായിട്ടുള്ള പ്രണയപൂർത്തീകരണവും സമർപ്പണവും. അത് ആണ്ടാൾ കാണിച്ചു തരണം. ആ നായികയുടെ ഭാവത്തിൽ ഭഗവാന്റെ നായികയായിട്ടിരുന്നിട്ട് എങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ വികാരങ്ങളെ ശുദ്ധീകരിച്ചിട്ട് ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താമെന്ന് കാണിച്ചു തരികയാണ്. മൂന്നാമത്തത്, നായികയായിട്ടിരുന്നിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീഭാവത്തിൽ സ്ത്രീകൾക്ക് ഈ മാധുര്യഭക്തിയുടെ ഒരു ഗുണം എന്താ, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. കാരണം അവർക്ക് ഭഗവാനെ പുരുഷനായതുകൊണ്ട് കാമുകനായിട്ട് കണ്ട്
ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. പുരുഷന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്. ഞാനെപ്പോഴും പറയാറുണ്ട്, മാധുര്യഭക്തി ഇരുതല വാളാണ്, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പക്ഷെ എന്നാലും ഇവിടെ നമ്മൾ അമ്മയുടെ മാധുര്യഭക്തി, ആ നായികാഭാവത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ അത് എടുത്തു പറയണത്. അത് എങ്ങനെ സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും, ഭക്തിയുടെ പ്രക്രിയകളിൽ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമുക്ക് എങ്ങനെ സജീവമായി തീരാൻ സാധിക്കും, ഭഗവാന്റെ കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് മനസ്സറിഞ്ഞ് പഴകാൻ, അതിൽ എന്താ പറയുക, ഇൻവോൾവ് ആവാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല ആർക്കും, അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ആധ്യാത്മികത ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് നിസ്വാർത്ഥവും സത്യസന്ധവുമായിട്ടുള്ള ഭക്തിയും ഉറച്ച വിശ്വാസവും കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതും കൂടെ ദേവി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയും അനവധി കാര്യങ്ങളുണ്ട് പറയാൻ. ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനുമായിട്ടുള്ള അമ്മയുടെ ഇടപെടലുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നാച്ചിയാർ തിരുമൊഴിയുടെ ഫലശ്രുതിയെക്കുറിച്ച് തന്നെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. വാരണമായിരമൊക്കെ വിസ്തരിച്ച് തന്നെ പറയാനുണ്ട്. അതൊന്നും നമുക്കിന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്താണെങ്കിലും നാളെ ആടിപ്പൂരം, അമ്മയെ മനസ്സുകൊണ്ട് എല്ലാവരും നമസ്കരിക്കുക. അമ്മയുടെ ജീവിതവും അമ്മ പഠിപ്പിച്ചതും മറക്കാതിരിക്കുക. അമ്മയുടെ ഇളകാത്ത വിശ്വാസവും ഭഗവാനോടുള്ള പ്രണയവും നമുക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. വൈഷ്ണവ പദ്ധതികളിൽ ആണ്ടാളുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാറാണിയുടെ സ്ഥാനമാണ്. അങ്ങനെ തന്നെ വേണം അമ്മയെ കാണാൻ. യഥാർത്ഥ ഭക്തി എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ്, നമ്മുടെ ഗുരുനാഥയാണ്. ആ ദേവിയുടെ വാക്കുകൾ അല്ലെങ്കിൽ ആ അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളിൽ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഭഗവാനുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. അതിന് നാളത്തെ ദിവസം നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയും തുടങ്ങാത്തവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾറെഡി തുടങ്ങിയിട്ടുള്ളവർക്ക് ഭഗവാനുമായിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ ഇനിയും ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഉയർന്ന അവസ്ഥ എത്തിയിട്ടുള്ളവർക്ക് ഭഗവാനുമായിട്ട് ഒന്നാവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ എല്ലാവരെയും മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആണ്ടാൾ എല്ലാവരെയും മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ശ്രീരംഗത്തും ഇരിക്കുന്ന രംഗനാഥനും, തിരുമലയിലിരിക്കുന്ന ശ്രീവെങ്കടേശ്വരനും, ദ്വാരകയിലിരിക്കുന്ന ദ്വാരകാധീശ്വരനും, വൃന്ദാവനത്തിലിരിക്കുന്ന വൃന്ദാവനേശ്വരനും, ബദരിയിലിരിക്കുന്ന ബദ്രിനാഥനും, പത്മനാഭസ്വാമിയിൽ തിരുവനന്തപുരത്തിരിക്കുന്ന അനന്തപത്മനാഭനും ഒക്കെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഭഗവാനിൽ ലയിച്ച് ചേർന്ന ആണ്ടാൾ നമ്മളെല്ലാവരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വാക്കുകൾ ചുരുക്കണു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആണ്ടാൾ ജയന്തി, ഭൂദേവി ജയന്തി ആശംസകൾ നേരിടണു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം.